പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇരിക്കാം. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന ശക്തമായൊരു സന്ദേശമായിരുന്നു. നമ്മൾ ഒരിക്കലും തിരുസഭ വിട്ട്, നമ്മളായിരിക്കുന്ന കത്തോലിക്ക തിരുസഭ വിട്ട് മറ്റ് സെക്റ്റുകളിലേക്ക് പോകരുത് എന്ന സന്ദേശം ഈ ശുശ്രൂഷയിലായിരിക്കുന്നവരോട് പറയാൻ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിളിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്? കർത്താവ് പറയുകയാണ്, നമ്മുടെ കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും നമ്മളായിരിക്കുന്ന ഈ പരിശുദ്ധ കത്തോലിക്ക സഭ വിട്ട് ഒരിക്കലും ഒരു വിധത്തിലും മറ്റ് സെക്റ്റുകളിലേക്കോ സഭ അംഗീകരിക്കാത്ത മറ്റ് മേഖലകളിലേക്കോ സഭയെ തിരസ്കരിച്ച് പോകരുത് എന്ന് ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് സന്ദേശമായി തരികയാണ്. അതിന് പറ്റിയൊരു വചനഭാഗം എൻ്റെ മനസ്സിൽ വന്നതാണ് ഇന്ന് നമ്മൾ വായിച്ചത്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള തിരുവചനം. അവന് പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, എൻ്റെ സ്വത്തിൽ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് പിതാവിനെ വിട്ട് ദൂരദേശത്തേക്ക് പോയി. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. പിതാവിൻ്റെ ഭവനം വിട്ടു പോകാമെന്ന് വെച്ചാൽ, പിതാവിൻ്റെ ഭവനം ഏത് ഭവനത്? തിരുസഭ കേട്ടോ. തിരുസഭയാണ് പിതാവിൻ്റെ ഭവനം. പിതാവ് ഇരിക്കുന്ന സ്ഥലമാണ് തിരുസഭ. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ട് അച്ഛനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകൾ, വേദപാരംഗതനാണ്, സഭാപിതാവാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? സഭയെ മാതാവായി കരുതി സ്വീകരിക്കാത്ത ഒരുവന് ഒരിക്കലും ദൈവം പിതാവായി ഉണ്ടായിരിക്കില്ല. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? സഭയെ മാതാവായി സ്വീകരിക്കാത്ത ഒരാൾക്ക് ദൈവം പിതാവായി ഉണ്ടായിരിക്കില്ല കേട്ടോ. സഭയെ മാതാവായി സ്വീകരിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ദൈവം പിതാവായിട്ട് ഉണ്ടായിരിക്കില്ല. മനസ്സിലായോ? അപ്പോൾ തിരുസഭയിൽ നിന്ന് വിട്ടുപോയ ഒരാൾ, ഇപ്പോൾ ഈ ധൂർത്തപുത്രൻ, ആ ധൂർത്തപുത്രൻ പിതാവിനെ ഉപേക്ഷിച്ചു, പിതാവിൻ്റെ ഭവനം ഉപേക്ഷിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം പോവുകയാണ്. അങ്ങനെ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ടൂലേ? അദ്ദേഹം അവസാനം പന്നിക്കുഴിയിൽ വന്ന് വീഴാണ്. മനസ്സിലായോ? അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം കഷ്ടപ്പാടിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ നമുക്ക് സംരക്ഷണമുണ്ട്. ഈ സംരക്ഷണ വലയത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടക്കുമ്പോൾ പിശാച് ശരിക്കും അടിച്ചു വീഴ്ത്തും ആ വ്യക്തിയെ. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. അത് ഒരുപാട് ഉദാഹരണം ബൈബിളിൽ കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഒരു സമരിയക്കാരൻ്റെ ഉപമ ഈശോ പറയുന്നുണ്ട്. നല്ല സമരിയക്കാരൻ്റെ ഉപമ. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. കണ്ടോ? മനസ്സിലായോ? അപ്പോൾ ജെറുസലം എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രതീകമാണ്? ജെറുസലം സഭയുടെ പ്രതീകം. തിരുസഭയുടെ പ്രതീകമാണ് ജെറുസലം കേട്ടോ. തിരുസഭയുടെ പ്രതീകമാണ് ജെറുസലം. ഈ ജെറുസലം വിട്ട് തിരുസഭയെ വേണ്ടെന്ന് വെച്ച് ജെറീക്കോയിലേക്ക് പോവുകയാണ്. വേറെ അന്യ സെക്റ്റുകളിലേക്ക്, സഭ അംഗീകരിക്കാത്ത, സഭാ പഠനങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന, പല മാതാവിനെ അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അംഗീകരിക്കാത്ത, കുമ്പസാരമില്ലാത്ത വേറെ പല പഠനങ്ങൾ, സെക്റ്റുകളിൽ, രീതികൾ, യഹോവ സാക്ഷികളാവാം, എംബർ ഇമ്മാനുവേലാവാം, പെന്തക്കോസ്ത സഭകളാവാം, ഇങ്ങനെ പലതരത്തിലുള്ള 100,000 സഭകളുണ്ടാവും. അതിലേക്ക് പോവുകയാണ്. മനസ്സിലായോ? ഈ ജെറുസലം വിട്ടു പോവുകയാണ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഈ തിരുസഭയിലായിരിക്കണം എന്ന് പറയാൻ കാരണം എന്താ? ദൈവപുസ്തകത്തിൽ അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ കത്തോലിക്ക സഭയിൽ അംഗമാകണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ഇതാണ്, നമ്മൾ കത്തോലിക്ക സഭയിൽ ചേരണം, അംഗമായി തീരണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം കത്തോലിക്ക സഭയുടെ സ്ഥാപകൻ അത് ക്രിസ്തുവാണ് എന്നുള്ളതാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കത്തോലിക്ക സഭ അത് ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ്. വേറെ കർത്താവ് ഒരു സഭയെ സ്ഥാപിച്ചിട്ടുള്ളൂ കേട്ടോ. പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭകൾ ഞാൻ പണിയും. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത്. ഈ പാറപ്പുറത്ത് ഞാൻ എൻ്റെ സഭ പണിയും. കണ്ടോ? സിംഗുലറാണ് കേട്ടോ. സഭ മാത്രമാണ് പണിയുക, അല്ലെങ്കിൽ സഭകളല്ല പണിയുന്നത്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് ഒരു സഭ പണിതു, 2ാമത്തെ സഭ പണിതു, 3ാമത്തെ സഭ പണിതു, 4ാമത്തെ സഭ പണിതു. അങ്ങനെ കർത്താവ് ഇങ്ങനെ സഭകളിങ്ങനെ കുറേ പണിതുകൊണ്ടിരിക്കില്ലല്ല. പത്രോസേ, നീ പാറയാണ്, നിൻ്റെ ഈ പാറപ്പുറത്ത് ഞാൻ എൻ്റെ തിരുസഭ പണിയും. ഒരു സഭ, മനസ്സിലായോ?
ഈശോ അന്ന് പണിതു. അതിനുശേഷം എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം കണ്ടോ, ഇതൊക്കെ അച്ഛൻ വേണമെങ്കിൽ വായിച്ച് കേൾപ്പിച്ചു തരാം. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ക്രിസ്തുവാണ് സഭാസ്ഥാപകനെന്ന് അവയ്ക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ആർക്ക്? മറ്റ് സഭകൾ. ഇപ്പോൾ 2500ഓളം വേറെ സഭകളുണ്ടെന്ന് പറയാം. 2500 വേറെ സഭകൾ. അതൊക്കെ എന്നാ ആരംഭിച്ചത്? 16-ാം നൂറ്റാണ്ടിൽ. കണ്ടോ, 16-ാം നൂറ്റാണ്ടിൽ അതിന് ശേഷമാണ് ഈ സഭകളൊക്കെ ഉത്ഭവിച്ചത്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് 1-ാം നൂറ്റാണ്ടിൽ ഈശോ ഒരു സഭ സ്ഥാപിച്ചു. അതാണ് പരിശുദ്ധ കത്തോലിക്ക സഭ. പിന്നെ ശേഷം എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞു? 16 നൂറ്റാണ്ടുകൾക്ക് ശേഷം അതിന് ശേഷമാണ് പിന്നെ അടുത്തൊരു സഭ ആരംഭിച്ചത്. പിന്നെ അവിടെ ഇഷ്ടംപോലെ സഭകൾ ആരംഭിച്ചു ഈ നാളുകളിലൊക്കെ അല്ലേ. അങ്ങനെ 2500-ലധികം സഭകൾ ഇന്ന് നമ്മുടെ ലോകത്തുണ്ട്. 2500-ലധികം സഭകൾ. യേശു സ്ഥാപിക്കാത്ത സഭകൾ, വേറെ ആൾക്കാർ സ്ഥാപിച്ച സഭകൾ, അത് വ്യക്തികൾ സ്ഥാപിച്ചതാണ്. പല വ്യക്തികൾ ഓരോരുത്തർ ഓരോ സഭകൾ ഇങ്ങനെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇതൊന്നും യേശു സ്ഥാപിച്ച സഭയല്ല. മനസ്സിലായോ? അപ്പോൾ ഇതിനെ പറ്റിയുള്ള ബോധ്യം അച്ഛനുണ്ടായിരുന്നില്ല കേട്ടോ, എനിക്കുണ്ടായിരുന്നില്ല. തിയോളജി പഠിക്കുമ്പോഴും ഉണ്ടായിരുന്നില്ല, സെമിനാരി കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു വിചാരം ഇതായിരുന്നു, എല്ലാം യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക. ഏത് സഭകളാണ് അതൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. യേശു ആണ് രക്ഷകനെന്ന് വിശ്വസിക്കുക, അത്രമാത്രം. അത് തിരുസഭയിലോ വേറെ സഭകളിലോ ഏത് സഭയിലായാലും കുഴപ്പമില്ല എന്നുള്ള ചിന്താഗതിക്കാരനായിരുന്നു ഞാൻ. ഇപ്പോൾ തിയോളജി പഠിക്കുന്ന കാലം, സെമിനാരി കാലം. സെമിനാരിലൊക്കെ അവസാനിച്ചു. നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ വരദാനം കിട്ടി ഈ വരങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ വ്യത്യസ്തത പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ തുടങ്ങിയത്. ഇപ്പം അച്ഛൻ വെളിപ്പെടുത്തിയില്ലേ ഇന്നിപ്പോൾ നിങ്ങളോട്. ഇപ്പം എന്തുകൊണ്ടത് വെളിപ്പെടുത്താൻ കാരണം, നമ്മൾ കത്തോലിക്ക തിരുസഭ വിട്ട് വേറെ സഭകളിലേക്ക് പോകരുത് എന്നൊരു സന്ദേശം കർത്താവ് തരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ടോക്ക് ഇവിടെ പറയാൻ കാരണം എന്താണ്? കാരണം എന്തായിരിക്കും? ഇപ്പോൾ ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഇരിക്കുന്നവരും ഇത് ഓൺലൈൻ കാണുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഒന്ന് ചങ്കത്ത് കൈവച്ച് നോക്കുക. ഞാൻ എപ്പോഴെങ്കിലും കത്തോലിക്ക തിരുസഭ വിട്ട് വേറെ സെക്റ്റുകളിലേക്ക് പോയിട്ടുണ്ടോ? അവിടെ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? അവരുടെ ടോക്കുകൾ കേൾക്കാറുണ്ടോ? ചിലൊന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവ് ആത്മാവ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഒരു ഹാർട്ട് രോഗിയെ കർത്താവ് കാണിക്കുകയാണ്. ഒരു ഹാർട്ട് രോഗി, ഹാർട്ടിന് അസുഖമുള്ളവരൊക്കെ ഒന്ന് ചിന്തിക്കുക. ഹാർട്ടിന് പലവിധ അസുഖങ്ങൾ, ഹാർട്ട് ബീറ്റ് കൂടുതലുള്ളവർ, കുറവുള്ളവർ, ഹാർട്ടിന് ബ്ലോക്കുള്ളവർ, ഓപ്പറേഷൻ പറഞ്ഞവർ, കഴിഞ്ഞവർ, അങ്ങനെ ഹാർട്ടിന് അസുഖമുള്ളവരൊക്കെ ഈ സമയം ചിന്തിക്കുക. ഒരു ഹാർട്ട് രോഗിയെ കർത്താവ് എടുത്ത് കാണിക്കുകയാണ്. കർത്താവ് പറയും, അയാൾക്ക് അങ്ങനെ ഒരു ഹാർട്ടിന് അസുഖം വരാൻ കാരണം ആ വ്യക്തി തിരുസഭ വിട്ട് ഏതോ വേറെ സെക്റ്റുകളിലേക്ക് പോയിട്ടുണ്ട്. ആ സെക്റ്റുകളിലത്തെ ആരാധനയിലും പ്രാർത്ഥനകളിലും പങ്കെടുത്തിട്ടുണ്ട്, ആ ടോക്കുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദൈവം ഒരു ശിക്ഷ കൊടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ സംരക്ഷണം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ദൈവികമായ സംരക്ഷണം, തിരുസഭയിൽ നിന്ന് കിട്ടേണ്ട സംരക്ഷണം, അത് നഷ്ടപ്പെട്ടപ്പോഴാണ് ആ വ്യക്തിക്ക് ഈ ഹാർട്ടിന് ഇങ്ങനൊരു രോഗം വന്നത് എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ആലോചിച്ച് നോക്കിയാൽ കണ്ടോ. ഇപ്പം നേരത്തെ അച്ഛൻ ഉത്തിരീയത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഉത്തിരീയം നമുക്കൊരു സംരക്ഷണം തരുന്നുണ്ട്. അതുപോലെ തിരുസഭ നമുക്കൊരു സംരക്ഷണം തരുന്നുണ്ട്. തിരുസഭയിലായിരിക്കുക എന്നുള്ളത് സംരക്ഷണമാണ്. ആട്ടിൻകൂട്ടം ഈശോ പറഞ്ഞില്ലേ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. അപ്പോൾ ആട്ടിൻകൂട്ടത്തിലെ ആടുകൾ, അതാണ് നമ്മൾ. ആട്ടിൻകൂട് എന്ന് പറയുന്നത് എന്താണ്? അതാണ് തിരുസഭ. ആട്ടിൻകൂട് ഒരു ആട്ടിൻപറ്റവും ഒരു ഇടയനും ആയിരിക്കും. അപ്പോൾ ഈ ആട്ടിൻകൂടിൻ്റെ ഇടയൻ അത് യേശുവാണ്. അപ്പോൾ അതിൻ്റെ സ്ഥാപകൻ യേശുവാണ്. ഈ ആട്ടിൻകൂടുള്ള ആടുകൾ നമ്മൾ ഓരോരുത്തരാണ്. ഈ ആട്ടിൻകൂട് എന്ന് പറയുന്നത് തിരുസഭയാണ്. ഈ തിരുസഭയിൽ നിന്ന് മോഷ്ടിക്കാൻ വേണ്ടി കള്ളം വരികയാണ്. തിരുസഭയിൽ നിന്ന് മോഷ്ടിക്കാനായിട്ട് കള്ളന്മാർ വരുന്നുണ്ട്, മനസ്സിലായോ? അങ്ങനെ വീടുകൾ കയറി ഇറങ്ങി പലരെയും പല രീതിയിലും പല ശൈലിയിലും അങ്ങനെ മോഷ്ടിച്ച് കൊണ്ടുപോവുകയാണ്, മനസ്സിലായോ? തിരുസഭയിൽ നിന്ന് മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തിരുസഭയിൽ നിന്ന് നീ പുറത്തേക്ക് ചാടിയോ, സംരക്ഷണം നഷ്ടപ്പെട്ടു, എപ്പോൾ വേണമെങ്കിൽ പിശാച് നിന്നെ അടിച്ചു വീഴ്ത്താം, മനസ്സിലായോ? ഉദാശികൾ വേണ്ടെന്ന് വെച്ചു, കുർബാന വേണ്ടെന്ന് വെച്ചു, കുമ്പസാരം വേണ്ടെന്ന് വെച്ചു, വൈദികരെ വേണ്ടെന്ന് വെച്ചു, മെത്രാന്മാരെ വേണ്ടെന്ന് വെച്ചു, അങ്ങനെയുള്ള നിർദ്ദേശങ്ങളും ആ സഭയുടേതായ ആ അധികാരങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് അതിനെയൊക്കെ വിമർശിച്ച് അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞ് അതൊന്നും വേണ്ട, വളരെ ഫ്രീഡത്തോടെ നടക്കാൻ അത് ആഗ്രഹിച്ച് പോകുന്നവരുണ്ടോ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയുന്നില്ലേ, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ, വിനാശത്തിലേക്കുള്ള വാതിൽ അത് വിസ്തൃതമാണ്, വഴി വിശാലമാണ്, അതിലൂടെ കടന്നു പോകുന്നവർ വളരെയാണ് താനും. ഈശോ പറയാണ്, ഇടുങ്ങിയ വാതിൽ എന്ന് പറയുന്നത് തിരുസഭേനെയാണ് ഉദ്ദേശിക്കുക. തിരുസഭയാകുന്ന ഇടുങ്ങിയ വാതിൽ, അതിലൂടെ പ്രവേശിക്കാൻ കർത്താവ് പറയുകയാണ്.
തിരുസഭ ഇടുങ്ങിയ വാതിലാണ്. വിനാശത്തിലേക്ക് നയിക്കുന്ന ഒത്തിരി വിശാലമായ വാതിലുകളും വഴികളും ഉണ്ട്. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വഴി ഇടുങ്ങിയതാണ്. ഇന്ന് പലരും സഭ വിട്ട്, തിരുസഭ വിട്ടു പോകാൻ കാരണമായി പറയുന്നത് സഭ കാലത്തിനനുസരിച്ച് അതിൻ്റെ പഠനങ്ങളിൽ മാറ്റം വരുത്തുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്വവർഗഭോഗം, സ്വയംഭോഗം, ഭ്രൂണഹത്യ, കൃത്രിമ ഗർഭ നിരോധന മാർഗങ്ങൾ തുടങ്ങിയവ. ഇന്ന് പലരും തിരുസഭയാകുന്ന ഇടുങ്ങിയ വാതിൽ വിട്ട് അത് ഉപേക്ഷിച്ച് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുന്ന സഭകളാകുന്ന വിശാല വീതിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം തിരുസഭ വിട്ടു പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് ജീവിതം. എന്ത്? കുമ്പസാരമില്ല, കുർബാനയില്ല, പല തിരുസഭ പഠിപ്പിക്കുന്ന പല തെറ്റുകളും അതൊന്നും തെറ്റല്ല. IVF തെറ്റല്ല, സവർഗഭോഗം തെറ്റല്ല, സ്വയംഭോഗം തെറ്റല്ല, ലിവിങ് ടുഗദർ തെറ്റല്ല, എന്താ പറയുക, വേറൊന്നും തെറ്റല്ല. അത് യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. അങ്ങനെ കണ്ടോ, സഭ ഉപേക്ഷിച്ച് വേറെ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര രസകരമായ ജീവിതമാണ്. വിശാലമായ വാതിലാണ്, മനസ്സിലായോ? വിസ്തൃതമായ പാതയിലൂടെ പ്രവേശിച്ചു. അങ്ങനെ ഒരിക്കലും പറ്റില്ല എന്നാണ് പറയുക, മനസ്സിലായോ? അപ്പോൾ എത്രയോ ഉദാഹരണം. അപ്പോൾ അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ, അച്ഛനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ ഒരു തെറ്റിദ്ധാരണ ഇതായിരുന്നു, യേശുവിൽ വിശ്വസിക്കുക, അത് ഏത് സെക്റ്റായാലും ഏത് ഇതായാലും കുഴപ്പമില്ല, തിരുസഭയിൽ വേണമെന്നുള്ള നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഞാൻ ഡീക്കനായിരിക്കുന്ന സമയത്ത്, അച്ഛനാവുന്നതിന് മുമ്പ് ഒരു അപ്പനമ്മയും പ്രത്യേകിച്ച് അമ്മ തൻ്റെ മോളെയും കൊണ്ട് വരികയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ മോള്. കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞതാണ്. അവർ വന്ന് പരിചയപ്പെടുത്തി. അവർ ആ ഭാഗത്തുള്ളവർ തന്നെയാണ്, ആ ഇടവയിലുള്ളവർ തന്നെയാണ്. ആ കൊച്ച് എന്നും കുർബാനയ്ക്ക് വന്ന് കുർബാന സ്വീകരിച്ച് പോകുന്ന നല്ലൊരു മോളാണ്. തൊട്ടടുത്താണ്, പള്ളിയുടെ അടുത്താണ് അവർ വീട്. ആ കുട്ടി 7 വർഷങ്ങൾക്ക് ശേഷം അവർക്കുണ്ടായ കുട്ടിയാണ്, ഒരു പെൺകുട്ടി. 7 വർഷങ്ങൾക്ക് ശേഷം ആ കൊച്ചുണ്ടായത്. അപ്പോൾ ഈ 7 വർഷം ഉണ്ടായ കൊച്ച് ഇവരൊരു വലിയൊരു വീട് പണിതു. ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഈ കുട്ടിയിലൊരു പീഡയാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ മൂത്രമൊഴിക്കുക. അപ്പോൾ ഈ അമ്മച്ചി വന്നിട്ട് പറയുക, കൊച്ചിനെയും കൊണ്ടിട്ട് വന്നിട്ട് പറയുക, ഇവളെ ആണെങ്കിൽ കാണാൻ നല്ല വലുപ്പമുണ്ട്. അപ്പോൾ 7ാം ക്ലാസ് ആയിട്ടുള്ള കണ്ടു കഴിഞ്ഞൊരു 10ാം ക്ലാസ്സുകാരിയുടെ വലുപ്പത്തിലുണ്ട് ആൾ. അപ്പോൾ ഈ സഹോദരി വന്ന് പറയുക, അച്ഛാ, ഞങ്ങൾ ഇവളെ ഒന്ന് നല്ലൊരു ബെഡിൽ കിടത്തി ഉറക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇത്ര വലിയ വീട് ഞങ്ങൾ പണിതു. ഞങ്ങൾക്ക് ഞാനും പെണ്ണായിട്ട് ഈ കുട്ടിയുള്ളൂ. 7 വർഷത്തിന് ശേഷം ഉണ്ടായ കുട്ടിയാണ്. അത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടായ കുട്ടിയാണ്. ഇവള് എല്ലാ ദിവസവും ഞങ്ങൾ പായയിൽ കിടത്തിയിട്ട് ഉറക്കാറ്. ഇവളെ നല്ല ബെഡിൽ കിടത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവള് എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും പറഞ്ഞാലും അത് ഇങ്ങനെ മൂത്രമൊഴിക്കുകയാണ്. പല പ്രാവശ്യം, അതൊരു പ്രാവശ്യമൊന്നുമില്ല, വീണ്ടും വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും മൂത്രമൊഴിക്കുക കൊച്ച്. ഒരു വിധത്തിലും രക്ഷയില്ല. അച്ഛാ, അത്രയും ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ സങ്കടം പറയുകയാണ്. അപ്പോൾ ഈ കുട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ, അതൊരു പാവം, വളരെ നിഷ്കളങ്കയുള്ളൊരു മോള്. അപ്പോൾ ഞാൻ ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഈ ഒരു മേഖലയെ സമർപ്പിച്ച് ഈശോയുടെ മുമ്പിൽ. അന്നൊക്കെ അച്ഛൻ ഈ ശുശ്രൂഷയിലേക്ക് കടന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഈശോ എന്താണ് ഇതിൻ്റെ കാരണം? ഇങ്ങനെ പ്രാർത്ഥിച്ച് അല്പസമയം ഇങ്ങനെ ഇന്ന് മൗനമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ഇങ്ങനെ ഒരു പേര്, ഇങ്ങനെ ഒരു സ്വരം മനസ്സിലേക്ക് കൊണ്ടുവരാണ്, യഹോവ സാക്ഷികൾ ഇങ്ങനെ വരിക. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുകയാണ് അവരോട്, ഈ യഹോവ സാക്ഷികളായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആ ഒരു ഗ്രൂപ്പ് എങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ, അത് കൂടുതലാണെന്ന് എനിക്ക് അറിയുന്നില്ല. ഉടനെ തന്നെ ആ ചേച്ചി വന്ന, അച്ഛാ ഊവച്ചാ, ഞങ്ങൾ ഗുജറാത്തിലായിരുന്നു. ഞാൻ ഭർത്താവിന് ഗുജറാത്തിലായിരുന്നു ജോലി. അപ്പോൾ ഞാനും ഭർത്താവും ഗുജറാത്തിലായിരുന്നു. അപ്പോൾ ഗുജറാത്തിൽ ഭർത്താവ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ആ കമ്പനിയിലെ കൂട്ടുകാരെല്ലാവരും, 2-3 കൂട്ടുകാരുണ്ട് ഭർത്താവിന്. ആ കൂട്ടുകാരൊക്കെ യഹോവ സാക്ഷികൾ ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവർ എല്ലാ ദിവസവും അവർ ജോലി കഴിയുമ്പോൾ ഈവനിങ്ങിൽ അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അന്ന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. 7 വർഷത്തിന് ശേഷം ഞാൻ പ്രഗ്നൻ്റായ സമയമാണത്, ഈ കുട്ടി ഉദരത്തിലായിരുന്ന സമയം. അപ്പോൾ ഇവർ പ്രത്യേകമായി പ്രാർത്ഥിക്കും, ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഞങ്ങൾ ചിന്തിക്കും, അവർ നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന, അവർ എനിക്കറിയില്ല കേട്ടോ അവരുടെ ശൈലി എന്താണെന്ന് അച്ഛന് കൂടുതൽ അറിയില്ല. അപ്പോൾ ഇവർ പറയാണ്, ഞങ്ങളിങ്ങനെ ചിന്തിച്ചു, അവരിപ്പോൾ ദൈവത്തിലാണല്ലോ വിശ്വസിക്കുന്നത്, അവർ നമ്മുടെ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് ഞങ്ങൾ 1-2 മണിക്കൂർ അവരുടേതായ പ്രാർത്ഥന ശുശ്രൂഷയുണ്ട്. ആ പ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ ഈ കൊച്ചിന് വേണ്ടി അവർ പ്രാർത്ഥിക്കും, മനസ്സിലായോ? ഈ കുഞ്ഞിനെ അവർ കൈവച്ച്, അല്ലെങ്കിൽ കൈ അതിൻ്റെ മേലേക്ക് നീട്ടി വെച്ച്, കർത്താവ് ഈ മകൾക്ക് ഇത്ര വർഷത്തിന് ശേഷം ഉണ്ടായി കുഞ്ഞിനെ സമർപ്പിച്ച് അവർ അവരുടേതായ പ്രാർത്ഥനകളൊക്കെ കുഞ്ഞിന് വേണ്ടി പ്രത്യേകമായിട്ട് അവർ കുഞ്ഞിന് വേണേ സമർപ്പിച്ച് പ്രാർത്ഥിക്കും, മനസ്സിലായോ? ഈ സംഭവം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളിത് കുമ്പസാരത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതൊന്നും പോന്ന് കുമ്പസാരിച്ചോളോ. എൻ്റെ ഈ കുട്ടിയോടും പറഞ്ഞു, മോളും ഒന്ന് കുമ്പസാരിച്ചോ. ഈ കൊച്ചിനൊന്നും അറിയില്ല, പക്ഷേ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞതാണ്.
അപ്പം ഞാൻ പറഞ്ഞു ഈ കൊച്ചിനോടും പറഞ്ഞു മോളും ഒന്ന് സംസാരിച്ചോ. അന്ന് ഞാൻ ഡീക്കനാണ് കേട്ടോ, അച്ഛൻ പോലും അല്ല. അങ്ങനെ രണ്ടുപേരോടും പറഞ്ഞ് വേറെ ഒരു മെസ്സേജും ഇല്ല കേട്ടോ, കഴിഞ്ഞു, മെസ്സേജൊക്കെ കഴിഞ്ഞു. കൊച്ചിൻ്റെ തലയിൽ വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചു, പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇനി എല്ലാ ദിവസവും മോള് കുർബാന കഴിയുമ്പോൾ സംഗീതത്തിലേക്ക് വന്നോളോ, അച്ഛൻ തലയിൽ വെച്ച് അന്ന് ഡീക്കനച്ഛൻ എന്ന് പറയാം, ഡീക്കനച്ഛൻ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു തരാട്ടോ, അപ്പോൾ കൊള്ളാൻ പറഞ്ഞു. മനസ്സിലായോ? ഇതങ്ങനെ തലകുരുക്കി പോയി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഉണ്ടായ അത്ഭുതമാണ് ഒരൊറ്റ പ്രാർത്ഥന. ആ ചേച്ചി ഒന്ന് ഓടി വന്നിട്ട് പറയുകയാണ് പിന്നീട് ദിവസങ്ങളിൽ അച്ഛൻ്റെ ഡീക്കനച്ഛൻ്റെ ഒറ്റ പ്രാവശ്യം പ്രാർത്ഥിച്ചോളോ, പിന്നീട് ഒരാഴ്ച ഈ എല്ലാ ദിവസവും പല പ്രാവശ്യം ചെയ്തിരുന്ന ഈ പ്രവൃത്തി അത് ആഴ്ചയിലൊക്കെ വല്ലപ്പോഴും ഒരു പ്രാവശ്യം എന്ന നിലയിൽ അത് കുറഞ്ഞു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമായി ഇത് കേട്ടപ്പോൾ. ആഴ്ചയിലൊക്കെ ഒരിക്കലൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ പ്രവൃത്തി. കാരണം വർഷങ്ങളായിട്ടുള്ള പേടിയാണ് ഈ കുട്ടിയുടെ. അത് ആഴ്ചയിൽ ഒരു ഒറ്റ പ്രാവശ്യമായിട്ട് അത് കുറയാണ്. അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസായി. ഞാൻ പറഞ്ഞു മോളെ എല്ലാ ദിവസവും അച്ഛൻ്റെ അടുത്ത് വന്നൊരു ബന്ധന പ്രാർത്ഥന സ്വീകരിക്കാൻ പറഞ്ഞു. അതെല്ലാ ദിവസവും വന്ന് അങ്ങനെ സ്വീകരിച്ച് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ 5 മാസമായിരുന്നു അവിടെ ഡി കെ മിനിസ്ട്രി. അത് കഴിഞ്ഞ് പോരുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിക്ക് പരിപൂർണ്ണ വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. അന്ന് മുതലാണ് ഞാൻ ഈ മേഖല ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അന്ന് എനിക്ക് മനസ്സിലായി കത്തോലിക്ക സഭ അത് പ്രധാനപ്പെട്ടതാണ്. അതിനെപ്പറ്റി ഞാൻ പിന്നെ പഠിക്കാൻ തീരുമാനമെടുക്കുകയാണ്. അപ്പം അതൊരു തുടക്കത്തിൻ്റെ ആദ്യത്തെ ഒരു സംഭവമായിരുന്നു. പിന്നീട് നമ്മൾ പട്ടം കിട്ടുന്നു, പിന്നീട് പല വീടുകളിൽ വെഞ്ചരിക്കാൻ പോകുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നു, പലരും പ്രാർത്ഥിക്കാൻ വരുന്നു. ഈ അടുത്ത് വന്ന ആളുകൾ പോലും എത്രയോ പ്രാവശ്യം പരിശുദ്ധാത്മാവ് എടുത്ത് പറയുന്നൊരു കാര്യമാണെന്നറിയോ? മനസ്സിലായി? ഈവൻ അച്ഛന്മാർ ഇവിടെ ധ്യാനിക്കാൻ വരുന്നു, അച്ഛന്മാർ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുന്നു. അപ്പോൾ പോലും അവരിൽ നടന്ന ഇങ്ങനെ ഏതെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അപ്പോൾ എടുത്ത് കാണിക്കും. ഇപ്പോൾ പെന്തക്കോസ്ത സഭയിൽ പോയത്, അല്ലെങ്കിൽ എംപറർ ഇമ്മാനുവൽ, അല്ലെങ്കിൽ യഹോവ സാക്ഷികൾ, അല്ലെങ്കിൽ ഈ മേഖലയിൽ കൂടുതൽ കത്തോലിക്ക ശൈലി വിട്ടിട്ടുള്ള വേറെ രീതിയിലുള്ള പ്രസംഗ ശൈലികൾ എടുത്ത് ഈശോ പോയിൻ്റ് ചെയ്ത് കാണിക്കുന്ന എത്രയോ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെന്നറിയോ? അപ്പോഴാണ് ഞാൻ തീരുമാനമെടുത്തത് ഇതൊരു പുസ്തകം എഴുതണം, കത്തോലിക്ക സഭയുടെ പ്രാധാന്യം. കാരണം ഇതെല്ലാം ഒന്നാണെന്ന് കുറേ പേര് കരുതുകയാണ്. അവിടെയും അത്ഭുതം നടക്കുന്നുണ്ട്, ഇവിടെ അത്ഭുതം നടക്കുന്നുണ്ട്. കണ്ടോ? മനസ്സിലായോ? വീണ്ടും അച്ഛൻ ഇതിൽ ഈ പുസ്തകം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഒട്ടും നമുക്ക് നേരില്ല പറയാനായിട്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആരെങ്കിലും ഈ സമൂഹത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ തിരുസഭ വിട്ടുപേക്ഷിച്ച് മറ്റ് പല സഭ അംഗീകരിക്കാത്ത പ്രാർത്ഥനാ യോഗങ്ങൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, സെക്റ്റുകൾ അവിടെ പോയി പങ്കെടുക്കുക, അവരെ വീട്ടിൽ കൊണ്ടുവന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കുക, അല്ലെങ്കിൽ അവരോട് അവരുടേതായ ആഘോഷങ്ങൾ, അവരുടേതായ വിവാഹങ്ങൾ, അങ്ങനത്തെ ചടങ്ങിൽ പോയി പങ്കെടുക്കുക, അല്ലെങ്കിൽ ഈ അവരുടേതായ ടോക്കുകൾ, അത് സ്ഥിരം ഭയങ്കര ആവേശത്തോടെ ആ ടോക്കുകളൊക്കെ കേട്ട് എല്ലാം ചിലർക്ക് അങ്ങനെയാണ്. ഒരു സിസ്റ്റർ, നാളൊരു കുട്ടി സിസ്റ്ററാണ്, വളരെ ചെറുപ്പം സിസ്റ്ററാണ്, ഡോക്ടറാണ്. ആ ചെറുപ്പം സിസ്റ്റർ ഒരു സിസ്റ്റേഴ്സിന് ധ്യാനത്തിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ഈശോ അപ്പം കാണിക്കുകയാണ് ഈ ഒരു മേഖല. മനസ്സിലായി? അപ്പോൾ ആ സിസ്റ്റർ ചെയ്യാറുള്ളത് എന്താണെന്ന് പറയുക? സിസ്റ്റർ പറയുക, ഞാൻ ഈ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഞാനിത് മൊബൈലിൽ ഇവരുടെ ടോക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരുടെ ആവേശത്തോടെയുള്ള പവർ ഭയങ്കര ടോക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ശൈലിയിലുള്ള ടോക്കുകൾ, അവരുടേതായ ആശയങ്ങൾ, അതിങ്ങനെ ഞങ്ങനെ ഒരു അഡിക്റ്റായിരുന്നു. അത് സിസ്റ്റർ പറയുക ഒരു അഡിക്ഷൻ പോലെയാണ്. അപ്പോൾ ഞാൻ തലയോടെ പുതപ്പിട്ടിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, ചെവിയിൽ അത് വെച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ഈ ടോക്കുകൾ. ഇത് ഈശോ വന്നിരുന്ന കഴിക്കാൻ ഈശോ വെളിപ്പെടുത്തുകയാണ്. ചില ഇന്നാളൊരു അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അപ്പം വെളിപ്പെടുത്തുകയാണ് ഈ ഒരു മേഖല. അച്ഛനും അത്ഭുതപ്പെട്ടു പോയി. മനസ്സിലായി? അച്ഛൻ ചിരിച്ചിട്ട് പറഞ്ഞു, അച്ഛ ഞാൻ ഇങ്ങനെ ഒത്തിരി ടോക്കുകൾ കേൾക്കാറുണ്ട് അച്ഛ വീട്ടെ. ഈ ടോക്കുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് ഇംഗ്ലീഷ്, അച്ഛൻ കേൾക്കുന്നത് ഇംഗ്ലീഷ് ടോക്കുകളാണ്. ഇങ്ങനെയുള്ള പ്രൊട്ടസ്റ്റൻസിൻ്റെ കുറേ ഇംഗ്ലീഷ് ടോക്കുകൾ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കും. കേട്ടോ? വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, അത് എന്ത് കൊണ്ടുവരും? ജീവിതത്തിൽ തടസ്സം കൊണ്ടുവരും, പ്രശ്നങ്ങൾ കൊണ്ടുവരും, പ്രതിസന്ധികൾ കൊണ്ടുവരും. കാരണം തിരുസഭ നിനക്ക് നൽകുന്ന സംരക്ഷണം നിനക്ക് നഷ്ടപ്പെടും. കണ്ടോ? ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോയപ്പോൾ എന്തുണ്ട് സംഭവിച്ചു? ഒരുവൻ ജെറുസലം വിട്ട്, തിരുസഭ വിട്ട് ജെറിക്കോയിലേക്ക് പോയപ്പോൾ അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. മനസ്സിലായോ? ഇനി മറ്റൊരു ഉദാഹരണം ലൂക്കായുടെ സുവിശേഷം തന്നെയല്ലേ എഴുതി വെച്ചിരിക്കുക. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുക. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയാണ്. കണ്ടോ? ജെറുസലേമിൽ നിന്ന് പോവുകയാണ്. അതായത് തിരുസഭ, ജെറുസലം എന്ന് വെച്ചാൽ തിരുസഭയുടെ പ്രതീകമാണ്. ജെറുസലം വിട്ട്, തിരുസഭ വിട്ട് എവിടേക്ക് പോയി? എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോയി. അങ്ങനെ അവർ വിട്ടുപേക്ഷിച്ച് ഇങ്ങനെ പോയി ഇങ്ങനെ പോകുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരുന്നു?
അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടൊത്ത് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. വലത്തി പറഞ്ഞേ ഹല്ലേലൂയാ. തിരുസഭ വിട്ടു പോകുമ്പോൾ ജീവിതം ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ജെറുസലം വിട്ടു പോകുമ്പോൾ, തിരുസഭ വിട്ടു പോകുമ്പോൾ ജീവിതം എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ? തിരുസഭയിൽ നിന്ന് ഓരോ സ്റ്റെപ്പും അകന്ന് പോകും തോറും പകൽ അസ്തമിച്ചു തുടങ്ങി, ഇരുട്ടിലേക്ക് അവരിങ്ങനെ പ്രവേശിക്കുകയാണ്. ഇരുട്ട് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ പറയുകയാണ്. അവരുടെ ജീവിതം ഇരുട്ടിലേക്ക്, കണ്ടോ, മനസ്സിലായോ? സത്യാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ എന്തുണ്ടായി? അവർ അപ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി, തിരുസഭയിലേക്ക് തിരിച്ചു വന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയാ. സത്യാവസ്ഥ മനസ്സിലായി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നില്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ കാണാമല്ലോ, നമ്മുടെ കർത്താവ്, ഉത്ഥാനം ചെയ്ത കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ തോമസ് അവിടെ ഇല്ല, ബാക്കി 10 ശിഷ്യന്മാരവിടെ ഉള്ളോ. അപ്പോൾ എല്ലാവരും യേശുവിനെ കണ്ടു സന്തോഷമായി. തോമസ് തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. തോമസ് പറഞ്ഞു, യേശുവിനെ കാണാതെ ഞാൻ വിശ്വസിക്കില്ല, അവൻ്റെ ആണിപ്പഴത്തിൽ കൈ വയ്ക്കാതെ ഞാൻ വിശ്വസിക്കില്ല. കണ്ടോ, വലിയ പറഞ്ഞ് ഹല്ലേലൂയ. 8 ദിവസങ്ങൾക്ക് ശേഷം തോമസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. യേശു വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ശ്രദ്ധിക്കണം, യേശു എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് ആർക്കാണ്? സഭയിലാണ്. ഈ ശിഷ്യന്മാരുടെ സമൂഹം, ഈ 11 പേര്, ഒരാൾ കെട്ടിത്തൂങ്ങി ചത്തു, ബാക്കി 11 പേര്, ഈ 11 പേർക്കാണ് ഈശോ പ്രത്യക്ഷപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ടു ഈ 11 പേർക്ക്. അപ്പോൾ 11 പേരിൽ ഒരുവനായ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. അവന് യേശുവിനെ കാണാൻ പറ്റിയില്ല. 11 പേരെന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യ സഭ, തിരുസഭയുടെ ആരംഭം. ഈ 11 പേരാണ് തിരുസഭയുടെ ആരംഭകർ, അതിൻ്റെ തുടക്കക്കാർ. മനസ്സിലായോ? അപ്പോസ്തലന്മാർ. അവർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് ഉണ്ടായില്ല, അവന് കാണാൻ പറ്റിയില്ല. മനസ്സിലായോ? പക്ഷേ വീണ്ടും 8 ദിവസങ്ങൾക്ക് ശേഷം യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ അവന് കാണാൻ സാധിച്ചു. വലുത് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം 8 ദിവസത്തിന് ശേഷം യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് കരുത്. കാണാൻ പറ്റുമോ? വീണ്ടും കാണാൻ പറ്റില്ല. വീണ്ടും ഈശോ ഒരു 5 ദിവസത്തിന് ശേഷം വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ തോമസ് അവിടെ ഇല്ല, അപ്പോൾ വീണ്ടും കാണാൻ പറ്റില്ല. യേശു പ്രത്യക്ഷപ്പെടുന്നത് എപ്പോഴും തോമസിന് വേണ്ടി മാത്രം ഒറ്റയ്ക്ക്. തോമസ് മാത്രമല്ല ഇനി കാണാത്തതുള്ളൂ, അതുകൊണ്ട് അവന് മാത്രം പ്രത്യക്ഷപ്പെടുക. അങ്ങനെ ഒരു പ്രത്യക്ഷപ്പെടലില്ല എന്ന് വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രത്യക്ഷപ്പെടലില്ല കേട്ടാ. സിംഗിളായിട്ട് ഓരോ വ്യക്തികൾക്കും ഓരോ പ്രത്യക്ഷപ്പെടൽ അങ്ങനെയില്ല. യേശു പ്രത്യക്ഷപ്പെടുന്നത് കൂട്ടായ്മയിൽ പ്രത്യക്ഷപ്പെടുകയാണ്, സഭയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ ഇടവകയായിട്ട് ചേർന്ന് നിൽക്കുന്നവർ, ഇടവകയായിട്ടൊരു ബന്ധമില്ല, കുടുംബസമ്മേളന യൂണിറ്റായിട്ടൊരു ബന്ധമില്ല. കുടുംബസമ്മേളന യൂണിറ്റായിട്ട് ഇടവകയായിട്ടുള്ള ബന്ധം കട്ട് ഓഫ് ചെയ്ത് ജീവിക്കുന്നവരുണ്ടോ? അവർക്ക് യേശുവിനെ കാണാൻ പറ്റില്ല. കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക, തിരുസഭയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക, ഒഴിഞ്ഞു നിൽക്കുക. അവരൊന്നും യേശുവിനെ അല്ല കാണുന്നത്, അവർ വേറെ എന്തൊക്കെയോ കാണുന്നുണ്ടായിരിക്കും, പക്ഷെ ആ കാണുന്നതൊന്നും യേശുവിനെ അല്ല. മനസ്സിലായോ? യേശു പ്രത്യക്ഷപ്പെടുന്നത് തിരുസഭയിലാണ്, സഭ കൂട്ടായ്മയിലാണ്. മനസ്സിലായോ? അതിൽ നീ ഇരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് യേശുവിനെ കാണാൻ പറ്റും. പക്ഷേ നീ ആ കൂട്ടായ്മയിൽ നിന്ന് പുറത്തേക്ക് ചാടിയോ, പിന്നെ നിനക്ക് യേശുവിനെ കാണാൻ സാധിക്കില്ല. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ വീണ്ടും അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്, തിരുസഭയെ സ്നേഹിച്ചോളോട്ടോ, തിരുസഭയെ സ്നേഹിച്ചോളോ. അച്ഛന്മാർ സിസ്റ്റേഴ്സിന് ഇതിപ്പോൾ പല പ്രാവശ്യം സന്ദേശം തന്നുകൊണ്ടിരിക്കുക. കർത്താവ് വൈദികരെ വിമർശിക്കുക, ബിഷപ്പുമാരെ, പിതാക്കന്മാരെ, സഭയെ വിമർശിക്കുക, നിന്ദിക്കുക, പരിഹസിക്കുക, കയ്യേറ്റം ചെയ്യുക, ഇല്ലാ കഥ പറഞ്ഞു വരുത്തുക, അല്ലെങ്കിൽ ഉള്ളത് തന്നെയായിരിക്കും പറഞ്ഞു വരുത്തുന്നത്. അവരുടെ ജീവിതങ്ങളെ വിലയിരുത്തുക, അവർക്ക് പാപപ്രേരണ കൊടുക്കുക. ഇങ്ങനെ തിരുസഭയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളിൽ വളരെ ശ്രദ്ധിച്ചോളോ. നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, തിരുസഭയെ സ്നേഹിക്കുക. തിരുസഭ ഒരേ സമയം പാപിയാണ്, തിരുസഭ ഒരേ സമയം പരിശുദ്ധയാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് തിരുസഭ പാപിയാണെന്ന് പറയുന്നത്? നമ്മളെല്ലാവരും തിരുസഭയിൽ അംഗങ്ങളാണ്, നമ്മളൊക്കെ ആരാണ്? പാപികളാണ്. അതുകൊണ്ട് തിരുസഭ പാപിയാണ്. മനസ്സിലായോ? ഇനി എന്തുകൊണ്ടാണ് തിരുസഭ വിശുദ്ധയാണെന്ന് പറയുന്നത്? കാരണം എന്താ? തിരുസഭയിൽ ആരുണ്ട്? യേശുവുണ്ട്. അതുകൊണ്ട് അത് വിശുദ്ധയാണ്. കണ്ടോ? യേശുവിൻ്റെ സാന്നിധ്യമാണ് തിരുസഭയെ വിശുദ്ധമാക്കി മാറ്റുന്നത്. നമ്മുടെ പാപികളായ നമ്മുടെ സാന്നിധ്യമാണ് തിരുസഭയെ പാപിയാക്കി മാറ്റുന്നത്. അങ്ങനെ തിരുസഭ ഒരേ സമയം വിശുദ്ധയാണ്, പാപിയുമാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? തിരുസഭ ഒരേ സമയം പാപിയാണ്, വിശുദ്ധയാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഈ വാക്കുകൾ, വിശുദ്ധ അഗസ്റ്റിൻ്റെ ഈ വാക്കുകൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കുക. തിരുസഭയെ മാതാവായി സ്വീകരിക്കാത്ത ഒരാൾക്ക് ദൈവം പിതാവായി ഉണ്ടായിരിക്കില്ല. അതിനാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും അവിടുന്ന് ആഗ്രഹിച്ചതുപോലെ അവിടുന്ന് സ്ഥാപിച്ച സഭയെ സ്വീകരിക്കണം.
തിരുസഭയെ തിരസ്കരിക്കുന്ന ഒരുവനും അവിടുത്തെ യഥാർത്ഥ ശിഷ്യനാവാൻ സാധിക്കില്ല. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. തിരുസഭയെ തിരസ്കരിക്കുന്ന ഒരുവനും, ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഏതെങ്കിലും മേഖലയിൽ എപ്പോഴെങ്കിലും ഈ രീതിയിലുള്ള വ്യക്തികളായിട്ട് കൂട്ടുകൂടുകയോ അവരെ വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുകയോ അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയോ അവരുടെ ആശയങ്ങൾ സ്വീകരിക്കുകയോ, അന്ന് മാതാവിനെ വേണ്ട, മാതാവൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കരുതുകയോ, മാതാവിൽ വിശ്വാസമില്ലാത്ത മക്കളെ കർത്താവ് എടുത്തു കാണിക്കുന്നുണ്ട് രണ്ടുപേരെ. മാതാവിലുള്ള വിശ്വാസമൊന്നുമില്ല, അങ്ങനത്തൊന്നും ശരിയല്ല, അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റൻ്റ് ചായ്വ് അത് ആ രീതിയിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ചങ്കുപൊട്ടി അനുദപിക്കുക, കുമ്പസാരിക്കുക, തിരുസഭയെ സ്നേഹിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക. ഈ വചനം കൂടി വായിച്ച അവസാനിപ്പിക്കാം. അപ്പോസ്തലപ്രവർത്തനം 20-ാം അധ്യായം 28-ാം തിരുവചനം. അപ്പോസ്തലപ്രവർത്തനം 20-28 വചനം അതിങ്ങനെയാണ്: നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റിയും നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധ ആത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. സഭയെ ഒത്തിരി സ്നേഹിക്കുക, സഭയെ ബഹുമാനിക്കുക, ആദരിക്കുക, നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ വൈദികർ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ സഭയ്ക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ വരുമ്പോൾ സഭയെ ഡിഫെൻഡ് ചെയ്യുക, സംരക്ഷിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മെത്രമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്ത് കുറവുണ്ടെങ്കിലും സഭയോട് ചേർന്ന് നിൽക്കാനും അനുസരണത്തോടെ വിധേയത്വത്തോടെ മുന്നോട്ട് പോകാനും തീരുമാനമെടുക്കുക. ഈ സമയം ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഒരു നിമിഷം കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. നമ്മൾ ഈ സമയം തിരുസഭയെ സ്നേഹിക്കാൻ തീരുമാനമെടുക്കുക. ഇത് ഓൺലൈൻ കാണുന്നവരൊക്കെ അച്ഛൻ്റെ ഈ ശുശ്രൂഷ ആരൊക്കെ എപ്പോൾ കാണുന്നുണ്ടോ, ഇത് ദൈവത്തിൻ്റെ ശക്തമായ സന്ദേശമാണ് അച്ഛൻ ഇവിടെ പറഞ്ഞത്. ഈ സന്ദേശത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹം നിനക്ക് കിട്ടും, വലിയ സംരക്ഷണം നിനക്ക് കിട്ടും. തിരുസഭയിലായിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് തിരുസഭയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക. അത് ഈ സമയം സഭയൊന്ന് സ്നേഹിച്ച് നമ്മുടെ സഭ നമ്മുടെ ജനനം മുതൽ നമ്മൾ ശവക്കല്ലറിയിലേക്ക് ഇറങ്ങുന്നത് വരെ, കുഴിമാടം വരെ സഭ നമ്മെ അനുഗമിക്കുന്നുണ്ട്. ആ സഭാ മാതാവിനെ സ്നേഹിച്ചുകൊണ്ടൊന്ന് പാടിയൻ. ചേർന്ന് പാടാം. സഭയെ സ്നേഹിച്ചുകൊണ്ട് പാടി. നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കുപിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റും. ഈ വരികൾ പാടിയൻ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. പത്രോസാവും പാറമേൽ പണിതുയർത്തിയ തിരുസഭയെ ഭൂതാശകളാൽ തൂണിന്മേൽ കരുത്തു നൽകി വളർത്തി. പത്രോസാവും പാറമേൽ പണിതുയർത്തിയ തിരുസഭയെ ഭൂതാശകളാൽ തൂണിന്മേൽ കരുത്തു നൽകി വളർത്തി. നീ സാർവത്രികവും സ്നേഹികവും സർവമഹത്വം മുടിച്ചൂടി സർവാലങ്കൃതയായി നിൽക്കും തിരുസഭ മാതാവേ. പാടിയേ. സാർവത്രികവും സ്നേഹികവും സർവമഹത്വം മുടിച്ചൂടി സർവാലങ്കൃതയായി നിൽക്കും തിരുസഭ മാതാവേ. അമ്മേ അമ്മേ സഭയാണമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോ സഭയെ കാക്കും കാവലാളായി. ഈ വരികൾ ആവർത്തിച്ച് പാടിയേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോൾ സഭയെ കാക്കും കാവലാളായി.